വിജയേട്ടാ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ എത്തിയിരിക്കുന്നു. അവകാശവാദങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും പല ആൾക്കാരും ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേശാഭിമാനി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഇത് വന്നപ്പോ കടൽ കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചെങ്കിൽ, പക്ഷെ ഇപ്പൊ ദേശാഭിമാനി അതിനെ വിശേഷിപ്പിക്കുന്നത് സ്വപ്നം തീരമണയുന്നു എന്നുള്ളതുകൊണ്ടാണ്. വാസവന്റെ വലിയ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് വലിയ രീതിയിൽ പ്രചാരണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാൻ നല്ലപോലെ പറയാൻ സാധിക്കും എന്ന് എനിക്കറിയാം. ഒന്ന്. ഇനി രണ്ടാമത്തെ സംഭവം സൈനികപരമായിട്ട്, അതായത് സൈന്യത്തിനടക്കം ഈ വിഴിഞ്ഞം തുറമുഖം, ഞാൻ നേവിയും നമ്മുടെ ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അടക്കം വിഴിഞ്ഞം തുറമുഖത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം തൊട്ടപ്പുറത്ത് നമ്മുടെ ചൈനയുടെ ഹമ്പൻതോട്ട തുറമുഖമുണ്ട്. ഹമ്പൻതോട്ട തുറമുഖം ചൈന ശ്രീലങ്കയെ കടക്കെണിയിൽപ്പെടുത്തി ചൈന സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോ അവിടെ ഒരു ചാരക്കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പക്ഷെ ഗംഭീരമായിട്ട് പ്രതിരോധിച്ചു. അതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് അങ്ങനെയും പല പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. പിന്നെ വിഴിഞ്ഞം തുറമുഖം, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വരുന്നത് ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ, അത് വരാതിരിക്കാനായിട്ട് അവർ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയെങ്കിലും നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നു. UPA സർക്കാരിന്റെ ഭാഗത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് കേന്ദ്രത്തിൽ അവർ ഭരിക്കുന്നു, കേരളത്തിൽ UDF ഭരിക്കുന്നു, തിരുവനന്തപുരത്ത് നമ്മുടെ MP ശശി തരൂറാണ്. എന്നിട്ട് പോലും വിഴിഞ്ഞം വന്നിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിലേറി 1.5 വർഷമായപ്പോഴേക്കും വിഴിഞ്ഞം തുറമുഖം അടിച്ചൊതുക്കി കൈ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ശശി തരൂരിന്റെ ഒരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു, നരേന്ദ്രമോദി അല്ല, ആക്ച്വലി ഞാൻ ഒരു സമയത്ത് ഫ്ലൈറ്റ് കയറാനായിട്ട് നിന്നപ്പോ എന്റെ മുമ്പിൽ അദാനി നിൽപ്പുണ്ടായിരുന്നു. അദാനിയുടെ തോളി തട്ടി ഞാൻ 2 വാക്ക് പറഞ്ഞു, ഡേ അദാനി, അവിടെ വിഴിഞ്ഞം തുറമുഖം നിനക്കായി കാത്തിരിക്കുന്നു. ഉടനെ തന്നെ അദാനി ഫോൺ എടുത്ത് കറക്കി വിഴിഞ്ഞം തുറമുഖം സെറ്റാക്കി കൊടുത്തു എന്നാണ്. പിന്നെ പല ആൾക്കാരും പല ആസ്പെക്റ്റിൽ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്രെഡിറ്റ് വേണ്ട, പുഞ്ചിരി മതി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി സൈഡിൽ ഇരിക്കുകയാണ്. എന്താണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇപ്പോഴുള്ള പ്രാധാന്യം? ലോക രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നമ്മുടെ സൈനികപരമായിട്ടുള്ള ഇതിന്റെ വലിയ രീതിയിലുള്ള പ്രാധാന്യം എന്താണ്? വിഴിഞ്ഞം നമ്മുടെ രാജ്യത്ത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്? ധനുഷ, ആദ്യം തന്നെ ഞാൻ ഈ തുറമുഖത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. കാരണം നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തകരോട്, ഇവിടുത്തെ മോദി വിരുദ്ധരായ ആളുകളോടും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുന്നു, അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തുറമുഖത്തിന്റെ പേരെന്താണ്? ഞാനത് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദാനി പോർട്ട് എന്നാണോ വിഴിഞ്ഞം തുറമുഖം എന്നാണോ നിങ്ങൾ എഴുതുന്നത്? ഇത് ഞാൻ ചോദിക്കുന്നതിന് ഒരു വ്യക്തമായ റീസൺ ഉണ്ട്. അതുകൊണ്ടാണ്. കാരണം ഇതൊരു മദർ പോർട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ. നമുക്ക് നമ്മുടെ രാജ്യത്തിന് വളരെ കുറച്ച് മദർ പോർട്ടുകളാണ്. മറ്റൊരു മദർ പോർട്ടാണ് ഗുജറാത്തിലുള്ളത്. അത് ആരുടെ തുറമുഖമാണെന്ന് അറിയാവോ? ഇതേപോലെ തന്നെ അദാനിയുടെയാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ മയക്കുമരുന്ന് വേട്ട നടക്കും. മയക്കുമരുന്ന് വേട്ട ഇറാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്നു. അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ എഴുതും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വരും. അപ്പൊ നമ്മുടെ മാധ്യമങ്ങളുടെ തലക്കെട്ട് എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിലെ അദാനിയുടെ തുറമുഖത്തു നിന്നും മയക്കുമരുന്ന് പിടിച്ചു എന്നാണ്. നേരെ മറിച്ച് അതെ, അതായത് തരാതരം പോലെ നമ്മൾ പേര് മാറ്റിക്ക നമ്മൾ ഇതിന് തരാതരം പോലെ പേര് മാറ്റിക്കളയും. ഇപ്പോഴിതെന്താണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ CPM അടക്കമുള്ളവർ അദാനിക്കും അംബാനിക്കുമെതിരെ, കോർപ്പറേറ്റുകൾക്കെതിരെ കൊടിപിടിച്ച് അവർക്ക് അദാനി എന്ന് പറയാൻ ഒരു മടിയുണ്ട്. അതാണ് ഈ അദാനി പോർട്ട് പറയാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വ്യത്യാസം ഞാൻ പറയും. ഞാൻ ഈ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പേര് തരാതരം പോലെ മാറ്റിക്കളയും. അതായത് ഗുജറാത്തില് അദാനിയുടെ പോർട്ട് തന്നെയാണ്, മദർ പോർട്ട് തന്നെയാണ്. അവിടെ ഇത് കണക്കുള്ള മയക്കുമരുന്ന് വേട്ടയാണ്. അവര് ഈ നമ്മുടെ അവിടുത്തെ ഈ ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് പിടിക്കുമ്പോഴാണല്ലോ നമുക്ക് വാർത്തയാകുന്നത്. അവർ മയക്കുമരുന്ന് പിടിച്ചില്ലെങ്കിൽ ആരും അറിയില്ല, അല്ലേ? അത് പിടിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെ തലക്കെട്ട് അദാനിയുടെ തുറമുഖത്തിൽ നിന്ന്, അതായത് ഗുജറാത്ത് BJP ആണ് ഭരിക്കുന്നത്, കേന്ദ്രം BJP ആണ് ഭരിക്കുന്നത്, അദാനി മോദിയുടെ ഏതോ ഒരു അളിയൻ എന്ന രീതിയിലാണ് ആ തലക്കെട്ടുകളും വാർത്തയും. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോളുന്നതും ഇങ്ങനെയാണ്. നേരെ മറിച്ച് ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു പോകണം ചേട്ടാ, അത് ചിലപ്പോ പറയാൻ പറ്റിയില്ല എന്ന് വരും. കാരണം അദാനിയുടെ തുറമുഖത്ത് നിന്നും ഇത് പിടിക്കുന്നു, അദാനി മോദിയുടെ അളിയനാണ് എന്ന് ബിജുചേട്ടൻ സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം. ഈ അദാനി എപ്പോഴെങ്കിലും BJPയുടെ ഒരു ഓഫീസിനകത്തോ അല്ലെങ്കിൽ ഒരു സംഘ കാര്യാലയത്തിനകത്തോ, ഇവരങ്ങനെയാണല്ലോ പറയുന്നത്, നിൽക്കുന്ന ചിത്രം ബിജുചേട്ടൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഈ അദാനിയുടെ മകൻ ഇവിടെ വന്നപ്പോ അദാനിയുടെ മകനെ AKG സെന്ററിനകത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ടുള്ള CPM കാരാണ് ഇവിടെ ഉള്ളത്. അതായത് ഇവർ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു ബൂർഷാ മുതലാളിയുടെ മകനെ AKG സെന്ററിന് അകത്ത് കൊണ്ടുപോയി ചായയും വടയും കൊടുത്ത ടീമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ BJPക്കാർ പോലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തുടർന്നോളൂ. ധനുഷ്, ഇതിനകത്ത് ഈ ബിസിനസ്സുകാർക്ക് ഒരു കാര്യമുണ്ട്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ നിൽക്കും. കാരണം അവർക്ക് അവരുടെ ബിസിനസ്സുകൾ നടന്നു പോകണമെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ യൂസഫ് അലി ഉണ്ട്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. രവി പുള്ളി, നമ്മുടെ കേരളത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പം റിലയൻസിന്റെ അംബാനി ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പുറകിന് പോകാനോ അല്ലെങ്കിൽ അവരെ സൽക്കരിക്കും, അതല്ല അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്
അവരുടെ ബിസിനസ് ഡെവലപ്മെന്റിനെയാണ് നോക്കുന്നത്. ഇപ്പൊ ഈ അദാനി ഈ അടുത്ത് NDTV എന്ന് പറയുന്ന ഒരു വലിയ മാധ്യമ ശൃംഖലയാണ് വിലക്കെടുത്തത്. NDTV അവിടെ എന്തായിരുന്നു NDTV നടന്നത്? മോദി വിരുദ്ധ വാർത്തകളാണ് ഇപ്പോഴും അതിൽ തന്നെയല്ലേ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥയിലുള്ള ജൂപ്പിറ്റർ ഗ്രൂപ്പിന്റെ അല്ലേ ഏഷ്യാനെറ്റ് ഇപ്പോഴും അത് തന്നെയല്ലേ പോകുന്നത്. കാരണം അപ്പൊ അവരുടെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ ബിസിനസ് തന്നെയായിട്ട് അങ്ങ് മുമ്പോട്ട് പോകും. പിന്നെ ഈ രാഷ്ട്രീയ നേതാക്കളെ കാണാതെ നമ്മുടെ രാജ്യത്ത് മുമ്പോട്ട് ഒന്നിനും പറ്റില്ല. പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ തന്നെയാണല്ലോ ഇവിടുത്തെ പ്രത്യക്ഷ ദൈവങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാം. ഇതിന്റെ പേര് അദാനി പോർട്ടെന്നും വിഴിഞ്ഞം പോർട്ടെന്നും തരാതരം പോലെ നമ്മുടെ മാധ്യമങ്ങൾ യൂസ് ചെയ്യും, യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഇത് CPM നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ സഖാക്കള് ഈ തുറമുഖത്തിന് വിളിക്കുന്ന പേര് അദാനിയുടെ തുറമുഖം എന്നായിരിക്കും. ഇപ്പൊ CPM അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. മാറും. നോക്കി 2026 ഇലക്ഷൻ അവർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ അദാനിയുടെ തുറമുഖം, കോർപ്പറേറ്റിന്റെ തുറമുഖം, ബൂർഷായുടെ തുറമുഖം എന്നിങ്ങനെ പല സാധനമുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തുറമുഖമാണ്. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ ചരക്ക് ഗതാഗതത്തിന്റെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മേഖലയാണ്. ഈ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കൂടെയാണ് നമ്മുടെ രാജ്യത്തിൽ 75% ഇറക്കുമതിയും കാര്യങ്ങളും നടക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ കൊളംബോയിലെ തുറമുഖമാണ്. ദുബായ് തുറമുഖമുണ്ട്, സിംഗപ്പൂർ തുറമുഖമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് സിംഗപ്പൂർ എത്തിയിട്ടുണ്ട് എന്ന് പറയും. ഈ സാധനം അത് ഷിപ്പിംഗ് ആണ്, അത് വലിയ എക്യുപ്മെന്റ്. ഈ സിംഗപ്പൂർ വഴിയാണ് വരുന്നത്. ഇതുമൂലം നമുക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അതുകൊണ്ട് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ മദർ പോർട്ട് ഇല്ലാത്തത് മൂലം വലിയ ഷിപ്പ്, ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് വന്ന പോലെ ഷിപ്പ് ഒന്നും ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വലിയ നഷ്ടം. അതായത് നമ്മൾ സിംഗപ്പൂരും മറ്റും എത്തിച്ച് അവിടുന്ന് ചെറിയ ചെറിയ ഇതിലേക്കാണ് നമ്മുടെ ചെറിയ ചെറിയ പോർട്ടിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് മദർ പോർട്ട് ഇല്ല, ഒറ്റയടിക്ക് ഇവിടെ എത്താനുള്ള സംവിധാനം നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ധനുഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ സൈനികപരമായിട്ട് തന്ത്രപ്രധാനമായ ഒരു പോർട്ടാണ് അത്. കാരണം ശ്രീലങ്ക മാത്രമല്ല നമുക്ക് ഒരു വലിയ തലവേദനയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം മാൽദ്വീപ്സും നമുക്കൊരു വലിയ തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം ചൈന അവിടെയും പതുക്കെ പിടിമുറുക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ അടുത്ത് ഈ മാൽദ്വീപ്സിന്റെ മന്ത്രിമാരുടെ ഒരു പ്രസ്താവനയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളിയും ഒക്കെ വന്ന് ഇപ്പൊ ഈ ശ്രീലങ്കയ്ക്ക് പിന്നാലെ ഈ ചൈന മാൽദ്വീപ്സിനെ കൂടെ ഇപ്പോൾ കൈവച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയാണ്, ഒരു മൂലയാണ്, ഒരു കോർണർ ഭാഗമായിട്ടാണ് ഈ കന്യാകുമാരി വിഴിഞ്ഞം ഒക്കെ വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് നാവികത്താവളം അനിവാര്യമാണ്. കാരണം ഈ ശ്രീലങ്കയുടെ തീരത്ത് കുറച്ചു നാൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തിന് മുമ്പായിരുന്നു അവരുടെ അവസാനത്തെ ചാരക്കപ്പൽ UN-5 എങ്ങാണ്ടാണ് വന്നത്. അവിടെ വന്നപ്പോൾ നമ്മുടെ കൊച്ചി ബേസ് ചെയ്തിട്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതലും അതിനുവേണ്ടി നടത്തിയിരുന്നു. അവരെ ഹാക്ക് ചെയ്യാനുള്ള ശ്രമം, അല്ലെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യാനുള്ളതോ അവരുടെ സിഗ്നൽ ബ്ലോക്ക് ചെയ്യാനുള്ളതോ ഒക്കെ നടന്നത് ആ ഒരു കൊച്ചി ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഴിഞ്ഞം വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സൗകര്യപ്രദമാണ്. അതാണ് നമുക്ക് ഉള്ള നമ്മുടെ സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള ഒരു പ്രധാന പ്രശ്നം. പക്ഷെ അത് കൂടാതെ തന്നെ ഈ തദ്ദേശീയമായിട്ടുള്ള തൊഴിൽ എന്ന് ഞാൻ പറഞ്ഞ തദ്ദേശീയമായ തൊഴിൽ എന്ന് വെച്ചാല് തൊഴിലാളികളുടെ ഒരു മാൻ പവർ എത്രത്തോളം ഇതിൽ വരും എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം കൂടുതലും ഈ മിഷനുകൾ വഴിയാണ് ഈ കണ്ടെയ്നറും മറ്റുമൊക്കെ ഇറക്കുന്നത്. എങ്കിലും തൊഴിലാളികൾക്ക് വലിയ രീതിയിൽ ഒരു ഗുണമുണ്ടാകും. കാരണം മാൻ പവർ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹോട്ടലുകള്, ഷോപ്പുകള് ഇതിനോടനുബന്ധിച്ചിട്ട് ഈ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാമെന്ന് ഈ വെയർ ഹൗസുകൾ ഉണ്ടല്ലോ, ഈ ചരക്ക് കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കാൻ വരുന്ന വെയർ ഹൗസുകൾ. അത് അതിപ്പോ തിരുവനന്തപുരത്ത് വേണമെന്നില്ല, അത് എവിടെങ്കിലും, അത് തമിഴ്നാടിന്റെ ബോർഡർ ഭാഗത്ത് എവിടെയെങ്കിലോ, ഇല്ലെങ്കിൽ എറണാകുളത്തോ ആലപ്പുഴ എവിടെങ്കിലും ആകാം. ഈ NH വഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് എവിടെങ്കിലും കൊണ്ട് ചരക്ക് ഇറക്കി വെച്ചിട്ട്, വലിയ സ്പേസ് വേണ്ട സ്ഥലങ്ങളാണ്, ചരക്ക് ഇറക്കി വെച്ചിട്ട് അവർക്ക് അടുത്ത ലോഡിങ്ങിന് പോകാനുള്ള ഒരു സ്ഥലം. കാരണം ചരക്ക് അവിടെ ഇരിക്കും, പിന്നെ അടുത്ത വണ്ടി വരുമ്പോൾ അത് പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ എടുത്താൽ മതി. ആ ഗോഡൗൺ ഉള്ള അത് വലിയൊരു ബിസിനസ് ആയിട്ട് മാറും. അതൊന്ന്. പിന്നെ അതിനകത്തേക്ക് വേണ്ട തൊഴിലാളികളുടെ ഒരു വിഭാഗം. അതുപോലെ തന്നെ ഹോട്ടൽസ്. കാരണം ഈ തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരും. കാരണം ഈ ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികളുണ്ട്, അനവധി അത് അറ്റകുറ്റപ്പണികൾ തൊട്ട് മുകളിലോട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കോൺട്രാക്ടർമാർക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിരുന്നു. പക്ഷെ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ പോർട്ടിന് വേണ്ടിയിട്ട് പാറയും മറ്റുമൊക്കെ ആദ്യം നമ്മളാണ് സപ്ലൈ ചെയ്ത് കൊടുത്തത്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള. പക്ഷെ അത്രത്തോളം സപ്ലൈ ചെയ്യാനൊന്നും നമ്മുടെ ഇല്ല. അറിയാവില്ല, ഇവിടെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കോറി മുതലാളിമാരുടെ സമരവും കാര്യങ്ങളൊക്കെ അത് നിന്നുപോയി. ഈ നാഷണൽ ഹൈവേ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ എഴഞ്ഞെഴുഞ്ഞ് നീങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള മണ്ണും കല്ലും ഒന്നും നമ്മുടെ ഇല്ല. കാരണം ഇത് വലിയ രീതിയിൽ മണ്ണടിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരിപ്പോൾ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മണ്ണ് കൊണ്ട് ഇറക്കുക, അവിടുന്ന് കൊണ്ടുവരിക. അതിന്റെ ഒരു ലാഗിങ് ആണ് ഇപ്പൊ ഈ നാഷണൽ ഹൈവേ നമ്മളിപ്പോ കണ്ടുവരുന്നത്. അങ്ങനത്തെ വിഷയമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സബ് കോൺട്രാക്ടുകളൊക്കെ വിഴിഞ്ഞ തുറമുഖത്തിന് ഇത് കിട്ടുന്നത്. ഇപ്പൊ ഇത് നമ്മുടെ കേരളത്തിനെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ കഴിയും. കാരണം ഇപ്പോ ഈ നമ്മുടെ മുഹമ്മദ് റിയാസ്, ടൂറിസം മന്ത്രി, പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വപ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരവാൻ ടൂറിസം സ്വപ്നങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്
ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ഒരു കാര്യം ഈ വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിൽ നല്ല കാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യം ഞാൻ എനിക്ക് പറയാൻ കാരണം നമ്മുടെ സുരേഷ് ഗോപിക്ക് ഈ ടൂറിസം വകുപ്പിന്റെ ഒരു സഹമന്ത്രി ചുമതല കൂടിയുണ്ട്. അപ്പം കേന്ദ്രവും കൂടി സഹകരിക്കാന്നുണ്ടെങ്കിൽ ഈ ആലപ്പുഴ, ട്രിവാൻഡ്രം, കൊച്ചി ബേസ് ചെയ്തിട്ട് കപ്പൽ യാത്ര, കപ്പൽ സഞ്ചാരം ടൂറിസം മേഖലയിൽ നടത്താവുന്ന ഒരു സാധനമാണ്. കാരണം ഈ നമ്മുടെ ജനം എന്ന് പറഞ്ഞാൽ വളരെയധികം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ബോട്ടിങ് ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ കപ്പൽ യാത്ര ആണെങ്കിൽ തന്നെ ഇപ്പം കൊച്ചിയിൽ നിന്ന് കയറി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ ഒരു വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് വലിയ വളർച്ച നൽകുന്ന ഒരു സാധനമാണ്. കാരണം നമുക്ക് ഒരുപാട് തുറമുഖമുണ്ട് നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ച്. ഒരുപാട് തുറമുഖങ്ങളുണ്ട്. കാരണം ഈ ആലപ്പുഴ ഒരു വലിയ തുറമുഖമായിരുന്നു പഴയ. അപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷിപ്പുകൾക്കും അത് പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാര മേഖലയിലൊക്കെ നമുക്കത് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ബിസിനസ് തന്നെ ഈ ചെറിയ ചെറിയ ക്രൂസർ കൊണ്ട് ഇറക്കിയിട്ടിട്ട് അതിനകത്ത് അത് പിന്നെ ബാറും ഒക്കെ ഉണ്ട്. ബാറും ഡാൻസും ഒക്കെ ആയിട്ടുള്ള കാസിനോവ എന്നൊക്കെ പറയുന്ന സാധനമാണ് കാസിനോവ. അപ്പൊ ചൂതാട്ട കേന്ദ്രമാണ്, അത് വേണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സാധ്യതകൾ നമുക്ക് ഒരുപാടുണ്ട്. ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങ് മംഗലാപുരം വരെ നീളുന്ന ഒരു വലിയ ടൂറിസ്റ്റ് സാധ്യത നമുക്കുണ്ട്. കേരളത്തിനാണ് ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നത്. ഒരുപാട് അനന്ത സാധ്യതകളാണ്. അത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം എല്ലാത്തിനും നമ്മൾ രാഷ്ട്രീയം കലർത്താൻ പോയാൽ, ഇല്ലെങ്കിൽ അതിനെ തടയിടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താൻ കഴിയില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മദർ പോർട്ടിന്റെ ഒരു ഗുണം പാരിസ്ഥിതിക ആഘാതം വളരെ കുറഞ്ഞ ഒരു മദർ പോർട്ടാണ്. ഒരു പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായും പരിസ്ഥിതിക്ക് ചെറിയ കോട്ടങ്ങൾ സംഭവിക്കും. ഇത് വളരെ കുറവാണ്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ കുറവാണ്. പക്ഷെ ഇത് വരുന്നതോടുകൂടി ഈ ദുബായ്, കൊളംബോ തുറമുഖങ്ങളുടെ ഒരു പ്രാധാന്യം പിന്നെ വലുതായിട്ട് ഇല്ല. കാരണം ഈ ലോകത്തിന്റെ തന്നെ ഈ ചരക്ക് ഗതാഗതത്തിന് 30% നടക്കുന്ന ഈ നമ്മുടെ രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മേഖല വഴിയാണ് ഈ ഷിപ്പുകളുടെ കംപ്ലീറ്റ് പോക്ക്. അപ്പം ആ ഒരു ഇതില് ഇവര് കൂടുതലും ആ ഷിപ്പുകളല്ല, അതായത് ചരക്കിറക്കാൻ വരുന്നതല്ല, ചരക്കുമായി പോകുന്ന മറ്റു പല സ്ഥലങ്ങളിലേക്ക് ചരക്കുമായിട്ട് പോകുന്ന ഷിപ്പുകളുടെ കാര്യം അവരത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സിംഗപ്പൂരും ദുബായും പോലുള്ള പോർട്ടുകളാണ്, ഇല്ലെങ്കിൽ ശ്രീലങ്ക പോലുള്ള പോർട്ടുകളാണ്. അപ്പോ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടും. ഇതുവഴി കടന്നു പോകുന്ന ഷിപ്പുകൾ, ആ ഷിപ്പുകൾക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം തങ്ങേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരാം, ചിലപ്പോൾ അതിന്റെ അറ്റകുറ്റപ്പണികളുടെ ആവശ്യം വരാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം വരാം. അപ്പൊ അവർ നമുക്കൊരു നിശ്ചിത വാടക തന്നുകൊണ്ടാണ് ഈ ഷിപ്പുകൾ ഡെക്ക് ചെയ്യുന്നത്. അപ്പം അത് ഒരു സാധ്യതകൾ വളരെ കൂടുതൽ നിൽക്കുന്നു. ഇത് അനന്ത സാധ്യതകളാണ്. നമ്മുടെ ഇറക്കുമതി മൂലം നമുക്ക് ഒരു ഒരു കണ്ടെയ്നറിന്റെ പുറത്ത് 10,000 രൂപയുടെ ലാഭമുണ്ട് എന്നാണ് ഇപ്പൊ ചില മാധ്യമങ്ങൾ പറയുന്നത്. ഒരു കണ്ടെയ്നറിന്റെ പുറത്ത് നമ്മുടെ രാജ്യത്തിന് ഈ വിഴിഞ്ഞം വന്നതുകൊണ്ട്. അപ്പം ഈ വലിയ ഷിപ്പ് വന്ന 10 ലക്ഷം കണ്ടെയ്നർ ആണ് എത്തുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം ഒരു വരുമാനം ഉണ്ടാകും. ഒരു 10 ലക്ഷം കണ്ടെയ്നർ ഒരു ഷിപ്പിനകത്തുള്ള കണ്ടെയ്നർ അല്ല, ഒരു സീസണിൽ നടക്കുന്ന ഷിപ്പിംഗ് 10 ലക്ഷം കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ നല്ലൊരു ലാഭമാണ് നമുക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം ഇത് കേരളത്തിന് മാത്രമല്ല, ഇത് തൊട്ടടുത്തിടക്കുന്ന തമിഴ്നാടിനായിരിക്കും ഇത് കുറച്ചുകൂടെ ഗുണം ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ സർക്കാർ കുറച്ചുകൂടെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം വലിയ റോഡും നേരത്തെ ഞാൻ പറഞ്ഞ ഈ വെയർ ഹൗസ് സംവിധാനങ്ങളും ഒക്കെ ഈ തമിഴ്നാടിന് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അത് അവർക്ക് ഭൂമിയുള്ള ആളുകളാണ് ഈ തമിഴ്നാട്ടുകാർ. കാരണം നമ്മളെ പോലെ കേരളത്തിനെ പോലെ നമുക്ക് കേരളത്തിൽ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ വലിയ പദ്ധതികൾ വരാനുള്ള സ്ഥലം നമുക്ക് കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത്. അത് തമിഴ്നാടിനുണ്ടത്. അപ്പൊ അതുകൊണ്ട് അവരത് മുതലെടുക്കുക. ഇതിനേക്കാൾ നമ്മൾ കേരളത്തെക്കാൾ കൂടുതൽ അതിന് ഗുണം ഒരുപക്ഷെ ലഭിക്കുക തമിഴ്നാടിനായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ വിഴിഞ്ഞത്തെ കൊണ്ട് കാരണം അവർക്കൊരു മോഹം ഉണ്ടായിരുന്നു, ഈ വിഴിഞ്ഞം അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു പ്രാരംഭ നടപടികളൊക്കെ നമ്മുടെ ഈ പൊൻ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങി വെക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. കാരണം അവർക്ക് അതിനൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു ഇതിന്റെ പണി നടക്കുന്നതിനായിട്ട്, പാറയ്ക്കായാലോ മറ്റുള്ള കാര്യങ്ങൾക്കായാലോ. പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു, സമരങ്ങളോ ഒന്നും അങ്ങനെ ഇതില്ലായിരുന്നു. പക്ഷെ അതിന് പകരം അത് ഇവിടെ തന്നെ വന്നു. ഇതിപ്പം കേന്ദ്രത്തിന്റെ ഒരു ശക്തമായ സ്വാധീനം ഇതിലുണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ വിഴിഞ്ഞം പദ്ധതി ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ശശി തരൂർ വഴി കണ്ട് അദാനിയോട് പറഞ്ഞതാണോ അല്ലയോ എന്നറിയില്ല. പക്ഷെ ഈ പദ്ധതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ പദ്ധതി വന്നതിന് ശേഷം ഇതിനെതിരെ സമരങ്ങൾ രൂപം കൊണ്ട്. അത് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഏത് വികസന പ്രവർത്തനങ്ങൾ വന്നാലും അതിനെതിരെ മതസംഘടനകളോ ഇല്ലെങ്കിൽ NGO സംഘടനകളോ പ്രക്ഷോഭമായ രംഗത്തെത്തും. അവർക്ക് അവരുടേതായ ചില അജണ്ടകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഏതൊരു കാര്യം വന്നാലും ഇപ്പൊ ഞാൻ ധനുഷിന് കൊണ്ടുവന്നൊരു 10 കിലോ സ്വർണം തന്നാലും അതിനൊരു ഇമ്പാക്ട് ഉണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട് അല്ലെ. ഞാൻ ആ സ്വർണം തരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്, 10 കിലോ സ്വർണം കിട്ടുന്നത്. പക്ഷെ അതിന് വേറൊരു ഡിസഡ്വാൻറ്റേജ് കാണും. അത് നമുക്ക് ഏത് കാര്യത്തിൽ തെരഞ്ഞാലും നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ നല്ലതാണ് അമ്മയെ തല്ലിയത് വരുമ്പോഴേ ചേട്ടാ, നമ്മൾ ഈ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ കുറച്ചുകൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളി വളരെ വളരെ വിഷണറി ആയിട്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതായത്
നമ്മുടെ രാജ്യം ഒരു പെനിൻസുലർ ഏരിയ പോലെ ഭൂരിഭാഗവും കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളാണുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ത്രികോണം പോലെ കിടക്കുന്ന പല രാജ്യങ്ങൾ തീരദേശമാണ് വളരെ അധികമുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ തുറമുഖം ഇത്രയും ഭാഗത്ത് വരുമ്പോ ഈ ഉം, കൂടുതലും അതായത് നമ്മുടെ സംസ്ഥാനങ്ങൾക്കടക്കം അതിനകത്ത് പങ്കുണ്ടെങ്കിലും മുഖ്യ പങ്ക് കേന്ദ്രത്തിനാണ്. ഈ സാഗർമാല പദ്ധതികൾ പോലെയുള്ള റോഡ് പദ്ധതികളൊക്കെ കൊണ്ടുവന്ന്, അതായത് കൃത്യമായിട്ട് ഈ തുറമുഖത്തിൽ വരുന്ന ഗുഡ്സ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള റോഡ് പദ്ധതികളായിട്ടുള്ള സാഗർമാല, ഭാരത്മാല പദ്ധതികൾ. ഭാരത്മാല എനിക്ക് തോന്നുന്നു മലയോര മേഖലകളിലേക്കുള്ള റോഡ് ആണെന്ന് തോന്നുന്നു. സാഗർമാലയാണ് ഈ തീരദേശത്തേക്കുള്ള റോഡ്. ഒരു കൃത്യമായിട്ട് ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ആ ഒരു കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷമാണ് വിഴിഞ്ഞം തുറമുഖം കൃത്യമായി ആക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഈ വിഴിഞ്ഞം ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത്, ഹൈവേ എന്ന് പറയുന്നത് ഒരൊറ്റ ഹൈവേ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഹൈവേ. ആ ഒരൊറ്റ ഹൈവേയിൽ തന്നെയാണ് അങ്ങോട്ടും നമ്മൾ പോകേണ്ടത്, ഇങ്ങോട്ടും പോകേണ്ടത്. രണ്ടുപേർക്കും നടുക്ക് ഇതുണ്ടായിരിക്കും. അപ്പോ അപ്പുറത്ത് ഒരു കുഴിയാണ്, ഇപ്പുറത്തും ഒരു കുഴിയാണ്, അത് കഴിഞ്ഞ് വേറൊരു കുഴി. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഈ മൂന്ന് കുഴി ഒരു റോഡ് എന്ന് പറയാം. അപ്പൊ പറയും അത് വികസനം, റോഡ് വരും അവിടെ, പക്ഷെ ഈ മൂന്ന് കുഴികളായിട്ടാണ്. ഈ കുഴികളിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയാകുമ്പോൾ ഈ വലിയ ലോറികളൊക്കെ വന്നിട്ട് അതിനകത്ത് നിന്ന് വേസ്റ്റുകൾ കൊണ്ട് ഈ കുഴികൾക്ക് അകത്ത് തട്ടും. ഈ ഇറച്ചിയുടെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൂടെ അങ്ങനത്തെ സാമൂഹിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2014 ആയപ്പോഴേക്കും ബിജുട്ടെ ഇവിടെ ഒന്നും നോക്കണം, നമ്മുടെ കഴക്കൂട്ടം തൊട്ട്, നമ്മുടെ ഈ വിഴിഞ്ഞം തൊട്ട് കഴക്കൂട്ടം അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു പദ്ധതി, ഹൈവേ വികസനം ഉണ്ടല്ലോ, അതിഗംഭീരമായിട്ടാണ് ദേശീയപാതയുടെ വികസനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ആ ഒരു കാര്യം ഇല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലെ തന്നെ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞു. വന്ദേ ഭാരത് റെയിൽവേ സംബന്ധിച്ച് അത് വന്നു കഴിഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ ഒരു രാജ്യത്ത് സുഗമമായാൽ മാത്രമേ ആ രാജ്യത്തെ ബിസിനസ് വളരുകയുള്ളൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ധ്രുവരാത്തിയെ പോലുള്ള മണ്ടന്മാരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് എന്തിനാണ് ഇത്രയധികം റോഡുകൾ? നമ്മുടെ രാജ്യത്തെ കാർ ഉള്ളവരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരാണ് കാർ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ റോഡുകളൊക്കെ, ഞാൻ റോഡ് പണിയാനുള്ള പൈസ കൂടെ ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വിനിയോഗിക്കും എന്നുള്ള ശുദ്ധ ഭോഷ്കുകളൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോ എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഓൾ സെറ്റ് ആണ്. പിന്നെ നമ്മുടെ ഇവിടെ ഇനി വിഴിഞ്ഞം തുറമുഖം മുഴുവനായിട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട്. 60 വർഷത്തേക്ക് ഇതിന്റെ കരാറ്, നടത്തിപ്പ് കരാറ് അദാനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് നമ്മുടെ സർക്കാരിന് ഇതിലൊന്ന് കൈവയ്ക്കാൻ പോലും സാധ്യമാവുകയുള്ളൂ എന്നുള്ളത്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് എല്ലാം ഓക്കെയാണ്, പക്ഷെ ഈ സൈനികമായിട്ട് ഈ തുറമുഖത്തിനുള്ള ഒരു പ്രാധാന്യമാണ്, അത് ഇപ്പോഴും നമുക്ക് വലിയ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പോ ഇന്നത്തെ പത്രത്തിൽ തന്നെ ഉണ്ട്, തുറമുഖത്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്ന് സേനയ്ക്ക് എത്താൻ പ്രത്യേക പാത വേണമെന്ന ആവശ്യമുണ്ട്. ഈ പണി ദ്രുതഗതിയിൽ നടക്കുമ്പോഴും സൈന്യത്തിന് ഈ തുറമുഖം ഉപയോഗിക്കാനുള്ള പണിയിൽ ചെറിയ ഒരു പാളിച്ച വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. സേനയ്ക്ക് എളുപ്പത്തിൽ ദേശീയപാതയിൽ നിന്ന് പള്ളിച്ചൽ പുന്നമൂട് വിഴിഞ്ഞം റോഡാണ്. നിലവിലുള്ള ഇടുങ്ങിയ റോഡിലൂടെ സേനയ്ക്ക് വേഗം എത്താനാകില്ല. തിരക്കേറിയ ബാലരാമപുരം വിഴിഞ്ഞം റോഡും വീതി കൂട്ടണം, ചരക്ക് നീക്കത്തിന് റെയിൽവേ ലൈനും പൂർത്തിയാക്കണം എന്നിങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ സൈനികമായിട്ട് നമ്മുടെ ഈ തുറമുഖത്തിനുള്ള പ്രാധാന്യം എന്താണ്? എങ്ങനെയാണ് നമ്മൾ ആ രീതിയിൽ ഈ തുറമുഖത്തിന് ഉപയോഗിക്കാൻ പോകുന്നത്? ഈ ഏത് രാജ്യത്തായാലും ഒരു 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 ചൊല്ല് തന്നെയുണ്ട്, വികസനത്തിന് വീതി വേണം എന്നുള്ളതാണ്. വീഥികൾ ഉണ്ടാകണം വികസനത്തിന്, വഴി വേണമല്ലോ വികസനത്തിന്. പക്ഷെ ഇപ്പൊ അതിന്റെ ആ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് ഈ മുദ്രാവാക്യത്തിന്. വികസനത്തിന് രാജവീഥികൾ വേണം. ആ ഒരു പോളിസിയിലാണ് ഈ കേന്ദ്ര സർക്കാർ 2014 മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. വികസനത്തിന് വീതി പോരാ, രാജവീഥി വേണം. കാരണം ഒരു രാജ്യത്തിനെ നമ്മൾ ഡെവലപ്മെന്റിലേക്ക് എത്തിക്കുന്നത് ആ രാജ്യത്തുള്ള സാധനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അനുസരിച്ചാണ്. നേരത്തെ ധനുഷ് സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ തീരദേശമുണ്ട്. ആ തീരദേശം നമ്മൾ ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഓരോ സംസ്ഥാനത്തും പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന അനവധി കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കേരളത്തെ പറ്റി പറഞ്ഞാൽ ടൂറിസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ സാധ്യതയുള്ള ചരക്ക്. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അദാനിക്ക് 60 വർഷത്തേക്കല്ല കൊടുത്തിരിക്കുന്നത്, 40 വർഷമാണ്. വേണമെങ്കിൽ ഒരു 20 വർഷം കൂടി നീട്ടാം എന്നുള്ള ഒരു സാധനമാണ്. അങ്ങനെയാണ് 60 വർഷം കൊടുത്തത്. ഈ സൈനിക രീതി ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തും നമ്മുടെ ഈ കേന്ദ്ര സേനയുടെ, അതായത് പട്ടാളത്തിന്റെ മാത്രമല്ല, NSGയുടെ ആയാലും പിന്നെ NIA ആയാലും ഒക്കെ യൂണിറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പം അതിന്റെ ഓഫീസുകളുടെ നിർമ്മാണമൊക്കെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. കമാൻഡോസിന്റെ ഓഫീസുകളും മറ്റും പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഫോറൻസിക് ലാബുകൾ
ധാരാളമായി എല്ലാ സംസ്ഥാനത്തും വരുന്നത്. ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഒരു രാജ്യം ഡെവലപ്മെന്റിലേക്ക് പോകണമെങ്കിൽ ഒന്ന് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ഏത് സമയം ഭീകരാക്രമണവും മറ്റും നടക്കുന്ന ഒരു കാലമാണ്. രണ്ടാമത്തേത്, ഇനിയുള്ള ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ ഒരു വമ്പൻ പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം, ഇന്ത്യ ഇന്ത്യയുടെ ഒരു കരുത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യത്തുമൊക്കെ പെട്ടെന്നൊരു ഭീകരാക്രമണം മറ്റും ഉണ്ടായാൽ അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയണം. അപ്പൊ സ്വാഭാവികമായും ഈ കപ്പൽ മാർഗത്തിലുള്ള ഒരു മൂവ്മെന്റും ഈ വിമാനമാർഗത്തിലുള്ള മൂവ്മെന്റും തമ്മിൽ രണ്ടും രണ്ടാണ്. വിമാനമാർഗത്തിലുള്ള മൂവ്മെന്റ് നൊടിയിടയിൽ കഴിയുമെങ്കിലും ഈ കപ്പൽ മാർഗത്തിലുള്ളത് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളായാലും, ഇല്ലെങ്കിൽ മെഡിക്കൽ ടീമിനെ ആയാലും, ഇല്ലെങ്കിൽ എന്താ പറയുക വലിയൊരു ഹോസ്പിറ്റൽ തന്നെ അതിന്റെ ഒരു മൂവ്മെന്റ് ആയാലും, കൂടുതൽ സൈനികരുടെ മൂവ്മെന്റ് ആയാലും ഒക്കെ ഷിപ്മെന്റ് വഴിയാണ് കൂടുതലും നടക്കുന്നത്. യുദ്ധ ടാങ്കുകളും ഒക്കെ ഈ യുദ്ധ വിമാനങ്ങളിലേക്ക് അതിന്റെ ഒരു നിമിഷ നേരം മാലിയിലൊക്കെ നമ്മൾ അവിടുത്തെ ഈ ഭീകരന്മാര് ആ രാജ്യം പിടിച്ചെടുക്കാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചപ്പോൾ നമ്മുടെ 4 വിമാനങ്ങൾ ഇവിടുന്ന് പറന്ന് ട്രിവാൻഡ്രം ബേസ് ചെയ്ത് പറന്ന് പൊങ്ങിയതേ ഉള്ളൂ. ആ ഭീകരന്മാര് ആ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അപ്പം അതിനേക്കാൾ ഉപരി വലിയൊരു അറ്റാക്ക് ഒക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായും, കാരണം തിരുവനന്തപുരം എന്നല്ല കേരളം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സൈനികപരമായിട്ട് നമ്മുടെ രാജ്യത്തിന്. ആ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ രാജ്യത്തിനത് അറിയാം. നമ്മുടെ ഈ നാട്ടിലേക്കുള്ള എക്സ് സർവീസുകാരുടെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞുതരും ഏഴിമല നാവിക അക്കാദമിയുടെ കാര്യവും കൊച്ചി നേവൽ ബേസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കത് വലിയ പ്രാധാന്യമായിട്ട് തോന്നുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ഹബ്ബാണ് ഈ പറയുന്ന ഈ കൊച്ചി ആയാലും കേരളം എന്ന് തന്നെ പറയേണ്ടി വരും. അത് കുറെ നാളുകളായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ ഈ വിഴിഞ്ഞം തുറമുഖം, കന്യാകുമാരി ആ മേഖല. കാരണം മുമ്പ് നമ്മൾ അവിടെ ഈ പെട്രോളിംഗ് ഉണ്ടായിരുന്നു കടലില്. അതായത് LTTയുടെ ഒരു വലിയ ശക്തമായ ഒരു പ്രവർത്തനം നടന്ന സമയത്ത് അവിടെ ഈ ബോട്ടുകളിൽ ആളെ കടത്തുന്നതും തീവ്രവാദികൾ വരുന്നതൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനല്ല. ഇപ്പൊ നമ്മൾ ആ ഒരു കാലഘട്ടം പോയി. മുമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ BSFന്റെ ഇല്ലെങ്കിൽ BSF അല്ല കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ 1-2 ബോട്ടുകൾ പെട്രോളിംഗ് നടത്തുന്ന ആ സ്ഥാനമൊക്കെ ഇപ്പൊ പോയി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ചൈന പോലൊരു വലിയ രാജ്യത്തെയാണ് അഭിമുഖീകരിക്കേണ്ടത്. മറ്റേതന്ന് LTT എന്ന് പറഞ്ഞൊരു ഭീകര സംഘടനയും അതിന്റെ ആളുകളുമായിരുന്നു. ഇന്നത് മാറി ഒരു രാജ്യമാണ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ജോലിയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ നമുക്ക് സൈനിക ഓഫീസുകളുടെയും കാര്യങ്ങളുടെയും ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിന് അതിൻ്റെതായ രഹസ്യാത്മകമായ കാര്യങ്ങളുണ്ടാകും. പിന്നെ സ്വാഭാവികമായും വഴി ഒരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വഴി വെട്ടാൻ പറ്റാത്തടത്ത് അവര് കുറച്ചുകൂടെ എലിവേറ്റഡ് ഹൈവേകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ ചെലവ് കുറഞ്ഞ ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളും കാണുന്നത്. കാരണം ഇപ്പൊ നമുക്കുള്ള വഴി, ആ വഴിയുടെ മുകളിൽ കൂടി ഒരു ആകാശപാത അങ്ങ് പണിയുക കുറച്ചുകൂടെ സിമ്പിൾ ആണ്, കുറച്ചുകൂടെ ചെലവ് കുറവാണെന്നാണ് കേൾക്കുന്നത്. അതിന്റെ ടെക്നിക്കൽ സൈഡ് നമുക്ക് അറിയില്ല, അങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സ്പെഷ്യൽ ഒരു പാത അതിനുവേണ്ടി തുടങ്ങും. ഇപ്പൊ നമ്മുടെ തെലുങ്കാനയില് നമ്മുടെ ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ കയറിയ സമയത്ത് അവിടെ ഈ ഹൈദരാബാദ് ഒരു IT സിറ്റി ആക്കി അയാൾ മാറ്റിയത്, IT സിറ്റി. അപ്പൊ ആ IT സിറ്റിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഈ കമ്പനിയുടെ MD-മാരെ കൊണ്ട്, വിദേശ കമ്പനികളല്ല. അപ്പൊ അവർക്ക് വിദേശികൾക്ക് വന്നിട്ട് ഈ കമ്പനികൾക്ക് പോകാനുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ വലിയ പ്രശ്നമായി. അപ്പൊ പുള്ളി ചെയ്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് മുതൽ ഈ IT ഹബ്ബ് വരെ പോകാൻ ഒരു ഒറ്റ പാത, ആകാശപാത ഉണ്ടാക്കി. അതായത് ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന ഈ കമ്പനിയുടെ ഓണർക്ക് അവിടുന്ന് നേരെ കയറിയിട്ട് ഈ IT ഹബ്ബിൽ എത്താനുള്ള വഴി ഉണ്ടാക്കി. അപ്പൊ സ്വാഭാവികമായി ഇത്തരം വഴികൾ പലയിടത്തും ഇപ്പം കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ എയർപോർട്ടിലേക്ക് പോകാനുള്ള സ്പെഷ്യൽ വഴി പോലെ തന്നെ സൈനികർക്ക് മൂവ്മെന്റ് ചെയ്യാനുള്ള വഴി അത് പലയിടത്തും ഉള്ളതാണ്. അത് ഇവിടെ ചിലപ്പോൾ വരാം, ഒരുപക്ഷെ അത് ആകാശപാത മാർഗമാകാം, ഇല്ലെങ്കിൽ അതിന് പകരം ഒരു വേറെ സംവിധാനത്തിലേക്ക് പോകും. കാരണം അത് എന്നും ഒരു റൂട്ടിംഗ് ഉള്ള സ്ഥലമല്ലല്ലോ. പിന്നെ അതിന്റെയൊക്കെ ജോലികൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴല്ല, വളരെ നേരത്തെ തുടങ്ങിയതാ. ഹമ്പന്തോട്ട തുറമുഖത്തിന് നേരിടാൻ നമ്മുടെ ലക്ഷദ്വീപിനെ ഒരു നേവൽ ബേസ് ആക്കി മാറ്റും എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഉണ്ട്. അതിനുശേഷം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, അതായത് ഈ ചബഹർ തുറമുഖത്തിനെ അടക്കം നേരിടാൻ. അപ്പോൾ ചൈന ഇപ്പൊ അവിടെ നിന്ന് ഒരു കപ്പൽ ഇറക്കണമെന്ന് ചൈനയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ ചുറ്റും അതിനെ റൗണ്ട് ചെയ്ത് പിടിക്കാനായിട്ട് നമ്മുടെ തുറമുഖങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ ആദ്യം വായിച്ചപ്പോൾ പല ആർട്ടിക്കിളിലും സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ലക്ഷദ്വീപിൽ അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ പ്രഫുൽ ഖോഡ പട്ടേലിനെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു നീക്കമൊക്കെ നടത്തിയത്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തായാലും അതൊക്കെ അവിടെ നിന്നോട്ടെ, വിഴിഞ്ഞം വന്നത് നല്ലത് തന്നെയാണ്. വിഴിഞ്ഞത്തിന്റെ സവിശേഷതകൾ ഏറെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ടാണ് ചേട്ടൻ പറഞ്ഞ പോലെ. ഡ്രഡ്ജിങ് ആവശ്യമില്ലാതെ തന്നെ ആഴം നിലനിർത്താവുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ വരുന്ന പല പോസിറ്റീവ് വശങ്ങളുടെ കൂടെ വരുന്ന പല നെഗറ്റീവ് വശങ്ങളും ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം.
ഈ ഭീകരവാദ പ്രവർത്തനങ്ങളും ഇതുപോലെ ചേട്ടൻ പറഞ്ഞ പോലത്തെ മയക്കുമരുന്ന് കച്ചവടം, മയക്കുമരുന്ന് അത് ഇത് ഈ ലക്ഷദ്വീപിലൊക്കെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന വലിയ ബോട്ടുകൾ, മയക്കുമരുന്നുമായിട്ട് വരുന്ന ബോട്ടുകൾ പിടിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഈ ഇടയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം ഞാൻ കണ്ടതാണ്. ഈ വലിയ രീതിയിലുള്ള മയക്കുമരുന്നുകൾ ലോകം ഈ റോളക്സ് എന്നൊക്കെ എഴുതിയ മയക്കുമരുന്ന് ഇതുണ്ടല്ലോ, അതിന്റെ ഹബ്ബ, അതിന്റെ ഒരു ഇതൊക്കെ പിടിച്ച് അതിന്റെ പോർട്ട് തന്നെ, മദർഷിപ്പ് തന്നെ അവർ തകർത്ത് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള മയക്കുമരുന്നുമായിട്ട് കടന്നു കളയാൻ പോയ ആൾക്കാരിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത്. മദർഷിപ്പ് അവർ മുക്കിക്കളഞ്ഞു. അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും കൂടെ നമുക്കിനി നമ്മുടെ ഈ തുറമുഖത്ത് കൂടെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് ഇതിന്റെ ഒരു നെഗറ്റീവ് വശമാണ്. അതെന്തായിരുന്നാലും വേണ്ടപ്പെട്ടവർ നോക്കിക്കോളൂ എന്നറിയാം. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് കേട്ടാ, ഈ തുറമുഖം വരുന്നത് ചേട്ടന്റെ കോൺസെപ്റ്റിൽ ആരാണ് ഇതിന്റെ പിന്നിൽ? കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയാണ്, വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വർഷങ്ങളുടെ പരിശ്രമമാണെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. ഇത് പിണറായി വിജയൻ മാത്രമാണ് ഇതിന്റെ പിന്നിൽ എന്ന് വിഴിഞ്ഞ അഭിമാനമാണെന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ തുറമുഖം വരാനുള്ള യഥാർത്ഥ കാരണം ആരാണ്? തുറമുഖം വരുന്നതല്ല, അത് നടപ്പാക്കുന്ന ആരാണ് എന്ന് ചോദിക്കുന്നതാണ് നല്ല ഒരു ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എത്രയോ വർഷമായി നരേന്ദ്രമോദിയൊക്കെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുമെന്ന് പോലും ചിന്തിക്കാത്ത സമയത്താണ് ഈ പിന്നെ നാഷണൽ ഹൈവേയുടെ ഇത് തുടങ്ങി. അന്ന് ഇവിടെ ആരാ ഭരിച്ചത്? ഉമ്മൻചാണ്ടിയും CPM ഒക്കെ മാറി മാറി ഭരിച്ചു. എപ്പോഴാണ് അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത്? കേന്ദ്രത്തിൽ മോദി വന്നപ്പോഴും കേരളത്തിൽ പിണറായി വന്നപ്പോഴാണ് അതിന്റെ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു? കടുംപിടുത്തം പിടിച്ചു. ഇനി നിങ്ങൾക്ക് ഈ പാച്ച് വർക്കിനുള്ള പൈസ ഞങ്ങൾ തരില്ല, നാഷണൽ ഹൈവേക്ക് നിങ്ങൾ റോഡ് പണിതാൽ മാത്രമേ തരൂ എന്ന് പറഞ്ഞപ്പോൾ ശക്തമായ ഒരു നടപടിയിലേക്ക് നിങ്ങൾ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. അപ്പൊ അതൊരു പിണറായി വിജയന്റെ ആർജവം എന്ന് പറയേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റോഡ് സൈഡിലുള്ള രണ്ട് ഇരുവശവുമുള്ള ഈ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി ഇത് മാറ്റി മാറ്റി വെച്ചോണ്ടിരുന്നത്. പക്ഷെ പിണറായി വിജയൻ അത് ചെയ്തില്ല. ഗെയിൽ പദ്ധതി വന്നു, അത് അങ്ങനെ തന്നെയാണ് പോയത്. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു സാധനം പറയുമ്പോൾ ധനുഷിന് അതിന്റെ എന്താണ് അതിന്റെ റോളെന്ന് മനസ്സിലാവും. ഇവിടെ ഒരു സമരം നടന്നിരുന്നു ഒരു വർഷം മുമ്പ്. അത് ഒരു വർഷം മുമ്പ് വിഴിഞ്ഞത്താണ് സമരം. വലിയ ലാത്തിച്ചാർജും കാര്യങ്ങളിലൊക്കെ നീങ്ങി കാര്യം. ധനുഷിന് അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്? അമിത്ഷാ വിളിച്ചിട്ട് 3 ദിവസമാണ് കൊടുത്തത്. വിളിച്ചിട്ട് പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ സമരം തീർക്കണം, കാര്യങ്ങൾ പറയണം, ഇല്ലെങ്കിൽ 3-ാമത്തെ ദിവസം CRPF ഇറങ്ങും, നിങ്ങളുടെ കാര്യം ഇല്ല എന്ന് പറഞ്ഞു. 2-ാമത്തെ ദിവസം ആ സമരം തീർന്നോ ഇല്ലേ? അപ്പൊ എന്താണ്, ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ വികസനം നടക്കും. പിന്നെ ഞാൻ പറഞ്ഞ ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസ് 30-34 വർഷമായിരുന്നു അതിന്റെ കല്ലിടിയിൽ ഉദ്ഘാടനം കഴിഞ്ഞു. അതിന്റെ പണി ദ്രുതഗതിയിൽ നടന്നത് സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോഴും, പണി തുടങ്ങുന്നത് സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോഴും, നിതിൻ ഗഡ്കരി മന്ത്രിയായിരിക്കുമ്പോഴുമാണ്. ആ കാലയളവിൽ അത് ഉദ്ഘാടനം ചെയ്ത് ഇപ്പൊ അതുവഴി യാത്രയാകുന്നു. അത് എന്റെ സ്വപ്നമായിരുന്നു എന്ന് മുൻ മന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അറിയത്തില്ല. നടപ്പാക്കുന്നവനാണ് അതിന് പിതൃത്വത്തിന് അവകാശം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ തരൂരായാലും ഉമ്മൻചാണ്ടി ആയാലും ഇവർക്ക് നടപ്പാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു നാഷണൽ ഹൈവേയുടെ വികസനം, ഈ വിഴിഞ്ഞം പദ്ധതിയൊക്കെ. അതിനെതിരെ സമരങ്ങൾ വരും, സ്വാഭാവികമായിട്ട് വരും. കാരണം ഇത് രാഷ്ട്രീയമാണ്. സമരവും കാര്യങ്ങളെല്ലാം വരും. അതിനെ അതിജീവിച്ച് മുമ്പോട്ട്. എന്താണ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വന്നപ്പോ അത് കടന്നുപോയ ഇടങ്ങളിൽ വലിയ ലാത്തിച്ചാർജ് നടന്നില്ലേ? വെടിവെപ്പിന്റെ വക്കോളം എത്തിയില്ലേ? അപ്പൊ എന്താണ്, അതിനെ നേരിടാൻ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതൊരു വോട്ട് ബാങ്ക് ആണത്. അത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പൊ ആ വോട്ട് നഷ്ടപ്പെടുമല്ലോ എന്ന് വെച്ചിട്ട് അവരെ ഒന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ആ പദ്ധതി വരുമായിരുന്നു. ഈ റോഡ് ഹൈവേ വികസനം വന്നപ്പോഴും 20 ലക്ഷത്തിനടുത്ത് വരുന്നതിനകത്ത് ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ്. അയ്യോ, അവരത് വോട്ട് ചെയ്യില്ല എന്ന് പേടിച്ചിരുന്നാൽ അത് വരുമായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? ആൾക്കാർക്ക് പൈസ കിട്ടി കഴിയുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക സ്ഥലം, ആരുടെ നിന്ന് പിടിച്ചു വാങ്ങുന്നതല്ല. എന്റെ സ്ഥലം എടുക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതെല്ലാം അന്നും ചെയ്യാം. ഇനിയിപ്പോ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യങ്ങൾ, റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെയിൽ ഗതാഗതം വലിയ രീതിയിൽ കൂടും. ഈ റെയിൽവേയുടെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഈ ആലപ്പുഴ പാതയൊക്കെ ഡബിൾ പാതകളായിട്ട് വരുന്ന വർക്ക് ഈ KC വേണുഗോപാലിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ഇപ്പോഴും അത് മുമ്പോട്ട് പോകാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ എന്ത് പറ്റും? വലിയ രീതിയിൽ തന്നെ റെയിൽ ഗതാഗതം നടക്കും. ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ, പ്രദേശത്തിന്റെ മുഖച്ഛായ മാറുന്ന ഗതാഗത രംഗം തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വീതിയുള്ള പാതകളല്ല, രാജപാതകൾ വരുമ്പോഴാണ് നമുക്ക് എഡ്യൂക്കേഷൻ ആയാലും നമ്മുടെ തൊഴിലിനായാലും എല്ലാ കാര്യത്തിലും നമുക്ക് കുറച്ചുകൂടെ ആയാസരഹിതമായ ഒരു രാജ്യത്തിന് മുമ്പോട്ട് ചലിക്കാൻ പറ്റും. അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുന്നതിനാണ് ബുദ്ധിമാൻ. ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തുമാത്രം നേട്ടമാണ് ഉണ്ടായത്? നമ്മുടെ രാജ്യത്തെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ലാഭം മാത്രമല്ല, എത്രയോ ഷിപ്പുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് ചരക്കെത്തിക്കാൻ പോകുന്ന ഷിപ്പുകളുടെ ഒരു വലിയ ഹബ്ബായി മാറും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ധനുഷ് നേരത്തെ പറഞ്ഞ ഈ മയക്കുമരുന്നിന്റെ കാര്യം കൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പോയിന്റിലേക്ക് വരുന്നത്. 2 വർഷം മുമ്പ് അതായത് 2ാം മോദി മന്ത്രിസഭയുടെ ലാസ്റ്റ് ടൈമില് ഐക്യരാഷ്ട്ര സഭയുടെ ഒരു വലിയ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ തീവ്രവാദികളുടെ ഹബ്ബായി
ദക്ഷിണേന്ത്യ മാറുന്നു എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യ അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് കേരളവും തെലുങ്കാനയൊക്കെ ആ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇത് പുറത്ത് പറഞ്ഞത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ആ പുറത്ത് പറഞ്ഞ മന്ത്രിയെ ശാസിക്കുകയും ചെയ്തു. പുറത്ത് പറഞ്ഞത് നമ്മുടെ ഈ അമിത്ഷായുടെ ഒരു സഹമന്ത്രി ഉണ്ടായിരുന്നു, ആന്ധ്രാക്കാരനാണ്, തെലുങ്കാനയാണോ ആന്ധ്രയിലോ എങ്ങാണ്ടുള്ള ഒരു മന്ത്രിയായിരുന്നു. അതായത് പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അദ്ദേഹമാണ് ഒരു പ്രസ് മീറ്റിനിടയിൽ ഈ ഒരു പ്രസ്താവന നടത്തിയത്. പെട്ടെന്ന് തന്നെ അമിത്ഷാ വിളിച്ചിട്ട് അദ്ദേഹത്തെ ശാസിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള രഹസ്യമാണല്ലോ ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ. അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് ഈ സാധനം. പക്ഷെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് ഭീകരവാദത്തിന്റെ ലോകത്തിലെ തന്നെ ഏഷ്യയിലെ തന്നെ വലിയൊരു ഹബ്ബ് എന്നാണ് ഈ സഭ പറയുന്നത്. അപ്പൊ ധനുഷ് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്. പിന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ സ്വാഭാവികമായി രാജ്യം നോക്കും, അതിനുള്ള സംവിധാനം നമുക്കുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു ചെറിയൊരു സംശയം കൂടി ഉണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനം ഇപ്പോൾ നാഷണൽ ഹൈവേ NH-66 വികസനം ഇപ്പൊ നടക്കുന്നത് 66 മീറ്ററിലാണ്. അല്ല സോറി, 66 മീറ്ററിലല്ല, 45 മീറ്ററിലാണ്. എല്ലായിടത്തും 60 മീറ്ററിലാണ് വികസനം നടക്കുന്നത്. ഈ 45 മീറ്ററിലാണ് നമ്മൾ ഈ 4 വരിപ്പാത 5 വരിപ്പാത എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു കുഴപ്പം, ഈ ഷിപ്മെന്റ് വരുമ്പോഴത്തേനും ഈ പാത വഴി കടന്നു പോകുന്നത് ചെറിയ ട്രക്കല്ല, ചെറിയ ലോറികളല്ല, ആയിരിക്കില്ല. വലിയ ഭീമാകാരന്മാരായിട്ടുള്ള വലിയ ട്രക്കുകളായിരിക്കും കടന്നു പോകുന്നത്. ചിലപ്പോൾ ഒരു 10, 100, 120 ഒക്കെ വീലുകളുള്ള വാഹനങ്ങളായിരിക്കും കടന്നു പോകുന്നത്. അത് ഒരെണ്ണം കടന്നു പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്തത് കടന്നു പോകുമല്ലോ, നിരന്തരം ഒരു ചെയിൻ പോലെ ഇത് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ എനിക്കൊരു സംശയം ഉണ്ടാകാനുള്ള കാരണം, ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഈ കടന്നു പോകുന്ന ഈ ട്രെയിലറിനോ ടാങ്കറിനോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അപകടം സംഭവിച്ചാൽ നമ്മുടെ ഹൈവേയിൽ മണിക്കൂറോളം റോഡ് ബ്ലോക്ക് ആവും. അത് മാത്രമല്ല, ഈ വാഹനങ്ങൾ അനസ്യൂതം പ്രവഹിക്കുകയാണെങ്കിൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇപ്പൊ പുതിയതായിട്ട് വരുന്ന NH-66 ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ 45 മീറ്ററിലാണ് ഈ റോഡ് വികസിപ്പിച്ചിരിക്കുന്നത്. കേരളം ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 60ആണ്. UP-യിലൊക്കെ നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ 80 മീറ്ററിലാണ് അത് വികസിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ ഒരു ട്രാക്ക് എന്തായാലും ഇതിന്റെ ഈ ചരക്ക് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോയി തുടങ്ങുമ്പോൾ ഒരു ട്രാക്ക്, ഈ റോഡിന്റെ ഒരു ട്രാക്ക് ഫുൾ ടൈം ട്രക്കുകളായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചെറിയ ട്രക്കുകളല്ല, വലിയ ട്രക്കുകൾ ഇങ്ങനെ അനസ്യൂതം പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു ട്രക്കിന് എന്തെങ്കിലും പറ്റിയാൽ, അതായത് ഒരു ട്രക്കിന് ഒരു അപകടം പറ്റിയാൽ മാറുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മണിക്കൂറോളം നമുക്കൊരു പാരലൽ സംവിധാനം നമുക്കില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് 60 മീറ്ററിലോ ഇല്ലെങ്കിൽ 80 മീറ്ററിലോ ഈ റോഡ് വികസിപ്പിച്ചിരുന്നു എങ്കിൽ നമുക്ക് കുറഞ്ഞത് ഒരു 10-25 വർഷത്തേക്ക് ടെൻഷൻ അടിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുകയാണ്. കാരണം നമ്മളുടെ ഈ ഗതാഗതം വളരെ സ്മൂത്ത് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ റോഡ് ഒരു 10 വർഷത്തിനകം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ഇതിന്റെ വീതി. കാരണം എന്താ, മറ്റേ ദോറാത്തി പറഞ്ഞതുപോലൊന്നും അല്ല. ഒരു വീട്ടിൽ ചെന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ വീട്ടിലും നോക്കിക്കുക, 5 പേരുണ്ട്, 5 പേർക്ക് 5 കാറാണ്. അതാണ് നമ്മളുടെ ഒരു പുതിയ പോക്ക്. കാരണം കാർ കമ്പനികൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, വില കുറച്ച് കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. എന്തായാലും വിഴിഞ്ഞം വന്നു, വിഴിഞ്ഞത്തിൽ ആദ്യത്തെ മദർഷിപ്പും വന്നു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. വിജയേട്ടൻ പറഞ്ഞ പോലെ വലിയ വലിയ അനന്ത സാധ്യതകളാണുള്ളത് എല്ലാ മേഖലകളിലും. ടൂറിസം മേഖലയിൽ അതിൻ്റെതായിട്ടുള്ള സാധ്യതകളുണ്ട്, നമ്മുടെ പ്രതിരോധ മേഖലയിൽ അതിൻ്റെതായിട്ടുള്ള സാധ്യതകളുണ്ട്. സംസ്ഥാന വികസനത്തിൽ സ്തുത്യാർഹമായിട്ടുള്ള പങ്ക് വിഴിഞ്ഞം തുറമുഖത്തിന് വരുത്താൻ സാധിക്കുമെന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിനും ഇച്ഛാശക്തിയായിട്ടുള്ള ഭരണാധികാരികൾ കൂടെ വേണം എന്നുള്ളത് വളരെ വലിയൊരു പോയിന്റ് ആയിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.